ഹലോ. അപ്പം ഞാനും ചേട്ടനും അമ്മയും കൂടെ കൂടി ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൻ്റെ ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഇനാഗ്രേഷൻ ആയിരുന്നു കേട്ടോ. ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപി സാറായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന മേൽശാന്തിക്കൊക്കെ പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ കയറി ആദ്യം. ആയാസ് ഹോട്ടലിലാട്ടോ പോയേ. മസാല ദോശയുടെ കൂടെ ഒരു വട കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ 2 കൂട്ടം ചമ്മന്തിയും സാമ്പാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും ചേട്ടനും മസാല ദോശ കഴിച്ചു. അമ്മ പൂരി കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ചായ കുടിച്ചിട്ട് വേഗം ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാട്ടോ ഞാൻ പഠിച്ച സ്കൂള്. LKG മുതൽ 5th വരെ ഞാൻ ഇവിടെ ആട്ടോ പഠിച്ചത്. ഇവിടെ LKG UKG പഠിച്ചു. അപ്പുറം മുടിക്കര സെൻറ്റ് റീത്താസ് എന്നാട്ടോ സ്കൂളിൻ്റെ പേര്. അവിടെ ഞാൻ 5 വരെ പഠിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചേലാട് പള്ളിയിലേക്കാട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ചെന്നാൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ കേട്ടോ. പിന്നെ ഞാനും അമ്മയും ചേട്ടനും അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തോ പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എനർജി കിട്ടിയാൽ നമുക്ക് തോന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് അധികം നേരം അകത്തിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പണ്ട് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ഇത് പറിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജാതിക്കയില്ലേ, ജാതിക്കയുടെ ചെറിയ പൂവാട്ടോ. പൂവെന്ന് പറഞ്ഞാൽ ജാതിക്ക ഉണ്ടാവുന്നതിന് മുന്നേ ചെറിയ പൂവായിട്ട് അതിൽ നിന്ന് വിരിഞ്ഞിട്ടാട്ടോ ജാതിക്ക ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങൾ തങ്കളം അറ്റ്ലസിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചേട്ടനൊരു ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ കയറിയത്. അത് വാങ്ങിയിട്ട് പിന്നെ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഓടയ്ക്കാലിലുള്ള വൈൽഡ് ബീൻ കഫേയിലേക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. എനിക്കാണെങ്കിൽ കുറച്ച് നാളായിട്ട് പിസ്സ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ പോരുന്ന വഴിക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കയറി കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ പിസ്സയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഐറ്റംസ് കിട്ടുന്നത്. അടിപൊളിയാണ്. പിന്നെ പിസ്സ വരാൻ ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടായി ഒരു കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോൾഡ് കോഫി കിട്ടി. ആവശ്യത്തിനുള്ള ഷുഗറൊക്കെ ഇട്ട് ഇളക്കി ചേട്ടായി ഒന്ന് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു സിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പിസ്സ. ഞാൻ വീട്ടിൽ വന്ന വഴി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ഞാൻ വന്ന വഴി കഴിക്കാമെന്ന് വെച്ചിരുന്നു. ഡ്രസ്സ് പോലും മാറിയില്ല. അപ്പോൾ വന്ന വഴി ഞാനും ചേട്ടനും അമ്മയും കൂടെ കൂടി കഴിക്കാൻ തുടങ്ങുന്ന രംഗമാണിത്. അങ്ങനെ നമ്മൾ പിസ്സ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വരാൻ വൈകിയതുകൊണ്ട് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പിസ്സ ഒക്കെ ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത്. അപ്പോൾ തണുത്ത് പോയതുകൊണ്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല കേട്ടോ. പിന്നെ വീട്ടിൽ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് മന്തിയായിരുന്നു. ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.